Hi everyone, welcome back to Wisdom Academy classes. So we are moving on to the next session of quadratic equations. ഇപ്പോൾ quadratic equationലെ ഒരു സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ദ ബേസിക് സെഷൻ ആണ്. എന്താണ് ഒരു quadratic equation, എങ്ങനെയാണ് ഒരു quadratic equation ആണോ എന്ന് ചെക്ക് ചെയ്യുക, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ എക്സസൈസിലെ രണ്ടാമത്തെ മെയിൻ ക്വസ്റ്റ്യനിലെ നാലാമത്തെ സബ്ഡിവിഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻറ്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ അധികം ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതായി കാണാവുന്നതാണ്. ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് നിരന്തരമായി CBSE ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സ്പീഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആക്ച്വലി ഈ ഒരു സെക്ഷൻ നമ്മുടെ ലീനിയർ ഇക്വേഷനിലും ഉണ്ടായിരുന്നതാണ്. അപ് സ്ട്രീം ഡൗൺ സ്ട്രീം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് CBSE ഡിലീറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് എന്തായാലും ചാൻസ്, പോസിബിലിറ്റി ചോദിക്കാനുള്ള പോസിബിലിറ്റി ഇതിൽ നിന്ന് മാത്രമാണ്. So a train travels a distance of 480 km at a uniform speed. Okay, but distance 480 km ആണ്. സ്പീഡ് at a uniform speed എന്ന് പറഞ്ഞിട്ടുള്ളൂ. If the speed had been 8 km per hour less, then it would have taken 3 hours more. Time it is 3 hours more. 3 മണിക്കൂർ കൂടുകയാണ് ചെയ്യുന്നത്. 3 hours more then usual ടൈമിനേക്കാളും 3 അവർ കൂടുന്നു. We need to find the speed of the train. അത് നമ്മളുടെ സാധാരണ നമ്മളുടെ ഒരു ഇതുമായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളുടെ സ്പീഡ് കുറയാണ് എന്നുണ്ടെങ്കിൽ ആക്ച്വൽ ടൈം എന്താണ് ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. ശരിക്കും നമ്മൾ ഒരു അരമണിക്കൂർ കൊണ്ട് എത്തുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ സ്പീഡ് കുറയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു 3/4 മണിക്കൂറാവാം, ചിലപ്പോൾ അതൊരു 1 മണിക്കൂറാവാം അല്ലേ. ചിലപ്പോൾ ബ്ലോക്കൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സാധാരണ രീതിയിലുള്ള സ്പീഡിൽ പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ബ്രേക്ക് ചവിട്ടി ചിലപ്പോൾ പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് സമയത്തിന് എത്താനായിട്ട് പറ്റില്ല. അപ്പോൾ അതേ സെയിം മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനായിട്ട് ഒരു ടൈം എന്തായാലും എടുക്കും. ആ ടൈം എങ്ങനെയാണ്, നമ്മളൊരു പെർട്ടിക്കുലർ ടൈം എടുത്തു, നെക്സ്റ്റ് നമ്മൾ സ്പീഡ് കുറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയം എന്താണ് ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. എത്ര കൂടുന്നാണ് പറഞ്ഞിട്ടുള്ളത്? 3 മണിക്കൂർ കൂടും. ആക്ച്വൽ ടൈമിൽ നിന്ന് 3 മണിക്കൂർ കൂടും. നമുക്കിവിടെ സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ സ്പീഡ് എന്തായിട്ട് എടുത്തു? ലെറ്റ് സ്പീഡ് ഓഫ് ഇറ്റ് ഇസ് ട്രെയിൻ അല്ലേ. ഓക്കെ, ലെറ്റ് സ്പീഡ് ഓഫ് ട്രെയിൻ ബി x km/h. ഓക്കെ, x km/h ആണ് നമ്മളുടെ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആക്ച്വൽ ടൈം ഇസ് ഈക്വൽ ടു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഓർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് എന്ത് വരുന്നത്? ടൈം വരുന്നത്. ഇത് നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. സോ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. അപ്പോൾ ആക്ച്വൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് 480 ഡിവൈഡഡ് ബൈ ആക്ച്വൽ സ്പീഡ് ഇറ്റ് ഈസ് x. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ടൈം കിട്ടി. ഇനി എന്താണ്? ഇഫ് യു ആർ ഡിക്രീസിങ് ദ സ്പീഡ്, ഇഫ് വി ആർ ഡിക്രീസിങ് the speed, now time എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? it is 480 ഡിവൈഡഡ് ബൈ ആക്ച്വൽ സ്പീഡിൽ നിന്ന് 8 km/h കുറയ്ക്കുന്നു. എക്സിൽ നിന്ന് 8 നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആക്ച്വൽ ടൈം 480 ബൈ എക്സും അതേമാതിരി തന്നെ സ്പീഡ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ടൈം നമ്മൾ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്? 480 ബൈ x - 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ സമയത്തിൻ്റെ കൂടെ ഒരു 3 മണിക്കൂർ
കൂട്ടണം. ആക്ച്വൽ സമയത്തിൻ്റെ കൂടെ ഒരു 3 അവർ കൂടുന്നു. ഇതേ രീതിയിൽ തന്നെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം എന്താണ് ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ പോസിറ്റീവ് ഓപ്പറേഷന് പകരം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നെഗറ്റീവ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. സ്പീഡ് കുറയ്ക്കാം, സ്പീഡ് കൂട്ടാം. അപ്പോൾ സ്പീഡ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ആക്ച്വൽ ടൈമിൽ നിന്ന് ഒരു 3 മണിക്കൂർ കൂടുന്നു. അപ്പോൾ ആക്ച്വൽ ടൈമിൽ നിന്ന് ഒരു 3 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്തു? കൂട്ടി എഴുതി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ ഫോം ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള ഡാറ്റ. നൗ ഇറ്റ് ഈസ് 480 by x minus 8 minus 480 by x is equal to നമുക്ക് 3 എന്ന് എഴുതാം അല്ലേ? ഒരു 480 by x ഇങ്ങോട്ടേക്ക് എടുത്തപ്പോൾ ഇറ്റ് ഈസ് നെഗറ്റീവ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. സ്പീഡ് കുറയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, സ്പീഡ് കൂട്ടുന്ന കേസും എടുത്ത് ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ എക്സ് നമ്മൾ സ്പീഡായിട്ട് കൊടുക്കുന്നു, എക്സ് മൈനസ് 8 നമ്മളുടെ ഡിക്രീസിങ് സ്പീഡായിട്ട് കൊടുക്കുന്നു. ടൈം എന്ത് ചെയ്യുന്നു? 3 hours കൂടുന്നു. ഇവിടെ നമുക്ക് 480 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 by x minus 8 minus 1 by x is equal to 3 by 3. ഓക്കെ, നെക്സ്റ്റ് ഈ 3ഉം 480ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 160 അല്ലേ? സോ 1 by x minus 8 minus 1 by x is equal to 1 by 160 എന്ന് വരുന്നു. ദിസ് ഇസ് 1. ഈ 160 ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഡിവിഷൻ ആയി വരുന്നു. x minus x minus 8 divided by x into x minus 8. Cross multiplication ആണ്. x into 1 it is x minus 1 into x minus 8 it is minus into x minus 8 is equal to 1 by 160. പോളാരിറ്റി മാൻഡേറ്ററി ആയിട്ടും ശ്രദ്ധിക്കണം. പോളാരിറ്റി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എല്ലാ ഉത്തരവും തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ പോളാരിറ്റി അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് തന്നെ ചെയ്യാം. നൗ എക്സ് മൈനസ് എക്സ് പ്ലസ് 8 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, നെഗറ്റീവ് ഉള്ളിലേക്ക് എടുക്കുന്നു, ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 8x ഇസ് ഈക്വൽ ടു 1 by 60. ഓക്കെ, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് എക്സ് ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളയാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ തെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. നൗ ഇറ്റ് ഈസ് 8 by x സ്ക്വയർ മൈനസ് 8x is equal to 1 by 160. വീണ്ടും നമ്മൾ ഒന്നും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8 into 160 is equal to x square minus 8x. 8 into 160 എത്രയാണെന്നുള്ളത് വർക്കിംഗ് കോളം വരച്ച് ചെയ്യാം. റഫ് കാൽക്കുലേഷൻസ് എപ്പോഴും വർക്കിംഗ് കോളത്തിൽ ചെയ്യണം. 8 into 6 എന്താണ്? 48 ആണ്. 8 1s are 8 plus 4 12. 1280 is equal to x square minus 8x or x square minus 8x minus 1280 is equal to 0. സോ ഇതായിരിക്കും നമ്മളുടെ എന്ത് വരുന്നുണ്ടാവുക? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നുണ്ടാവുക. ഇക്വേഷനെ ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ, സോൾവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതും കൂടെ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ഇതേമാതിരി കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ചെയ്ത് നോക്കി നോക്കുക. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് എക്സസൈസ്. സെക്കൻഡ് എക്സസൈസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മിഡിൽ ടേം സ്പ്ലിറ്റിങ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? എക്സസൈസ് 2ലേക്ക് പോവാം. അതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ബിക്കോസ് നമ്മൾ ഇതൊക്കെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. സോ ഫസ്റ്റ് സെറ്റിൽ നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ബിക്കോസ് ഏറ്റവും സിമ്പിൾ ചെയ്തിട്ട് കാര്യമില്ല, കുറച്ച് ടഫ് ആയിട്ടുള്ള കുറച്ച് മോഡൽ വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഫാക്ടറൈസേഷൻ മെത്തേഡ് തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മെത്തേഡ് വെച്ച് ചെയ്താൽ തന്നെയാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ എന്ത് മെത്തേഡ് വെച്ച് നമ്മളുടെ ആൻസർ കറക്റ്റ് ആണെങ്കിലും നമുക്ക് അതിന് ഫുൾ മാർക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡും ഉണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡും ഉണ്ട്. നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള സ്ഥിതിക്ക് നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സി ഇൻറ്റു എ.
സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 5√2 ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2 ആണ്. ദാറ്റ് ഈസ് √2 ഇൻറ്റു √2 ഇറ്റ് ഈസ് 2. ദാറ്റ് ഈസ് 5 ഇൻറ്റു 2 ഇറ്റ് ഈസ് ഈക്വൽ ടു 10. ആൻഡ് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ടേമിൻ്റെ കോഎഫിഷ്യൻറ്റ് ദാറ്റ് ഈസ് +7. ഓക്കെ, നമ്മളിനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ പോളിനോമിയൽസ് ചാപ്റ്ററൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇത് സിമ്പിളായിരിക്കും. അല്ലാത്തവർ നമ്മളുടെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യാണ്? ഫാക്ടറൈസ് ചെയ്യാണ്. 2, 5, 5, 1. ഇനി എങ്ങനത്തെ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് സമ്മ് 7 വരിക? സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അഡീഷൻ ഓപ്പറേഷൻ ആവാം, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ആവാം. എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് എങ്ങനെയാണ് 7 കിട്ടുകയാണ് എന്ന് നോക്കാം. 5 ഇൻറ്റു 2 ചെയ്ത് 5 ഇൻറ്റു 2 10, പിന്നെ ഒരു 1 ഉണ്ട്. 10 + 1 11 ആണ്. 10 - 1 എന്താണ്? 9 ആണ്. അപ്പോൾ ഈ ഒരു പോസിബിലിറ്റി നമുക്ക് പറ്റില്ല. ഇനി 5 ഇൻറ്റു 1 എന്താണ്? 5 ആണ്. 2 തന്നെ നിൽക്കുന്നുണ്ട് അല്ലേ? 5ഉം 2ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 കിട്ടില്ലേ? ഇതിന് പകരം നിങ്ങൾക്ക് -7 ആയിരുന്നെങ്കിൽ നിങ്ങൾ എടുക്കുക -5, -2 എന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതായത് പോളാരിറ്റി നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മാറ്റാം. അതായത് ഈ ഫാക്ടേഴ്സിൻ്റെ പോളാരിറ്റി വേണമെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആക്കാം, പോസിറ്റീവ് ആക്കാം, എങ്ങനെ വേണമെങ്കിൽ. പോസിറ്റീവ് ഇപ്പോൾ എന്തായാലും ഇങ്ങനെയാണല്ലോ, നെഗറ്റീവ് വേണമെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ 3 ആയിരുന്നെങ്കിൽ 5 - 2 എന്ന് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്പേഴ്സ് മാത്രം എടുത്താൽ മതി. പോളാരിറ്റി നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മാറ്റിയെടുത്തിട്ട് ഈ ഒരു നടുവിലത്തെ ടേം കിട്ടുന്ന രീതിയിലേക്ക് ആക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്? 5ഉം 2ഉം ആണ് ഇവിടുത്തെ ഫാക്ടേഴ്സ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നടുക്കിൽ കിടക്കുന്ന ഈ ടേമിന്, അതാണ് മിഡിൽ ടേം സ്പ്ലിറ്റിംഗ്. ആ ഒരു പേരിൽ നിന്ന് തന്നെ ഉണ്ട്, മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഈ 7x നമ്മൾ എന്താക്കാൻ പോവാണ്? ഇൻ ടേംസ് ഓഫ് 5 and 2 നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? എഴുതാൻ പോവാണ്. +5√2. നിങ്ങൾ എഴുതുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. 5x + 2x നമുക്ക് 7x കിട്ടും. പക്ഷെ 5 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 10 തന്നെ. അതായത് അവിടുത്തെ ഈ ഒരു പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് കിട്ടുന്ന രീതിയിൽ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ 5 ഇൻറ്റു ഇവിടെ ഒരു -2 ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ -10 ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ബോത്ത് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ ഒരു ടേം ഇവിടെയും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, ഇതിനും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അത് നിങ്ങൾ എന്തായാലും കെയർഫുൾ ആയിരിക്കണം. ചിലപ്പോൾ സമ്മിനെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത് എടുക്കുന്ന രീതിയിലിരിക്കും, അവസാനം പ്രൊഡക്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വേറെ ടേം ആയിരിക്കും വരുന്നുണ്ടാവും. ടേം ഇൻ ദ സെൻസ് ഒരിക്കലും ഇവിടെ 10 ആണെങ്കിൽ 10 തന്നെയായിരിക്കും നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കിട്ടുള്ളൂ. പക്ഷെ പോളാരിറ്റി ചേഞ്ച് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ 2 ടേമിൽ നിന്ന് ഫസ്റ്റ് ഈ 2 ടേമിൽ നിന്ന് എന്തൊക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാം? എക്സ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് √2x + 5. നെക്സ്റ്റ് ഇതേ സെയിം ബ്രാക്കറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്ത് എഴുതി വെക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ്, അതായത് ഇത്രയും ടേംസ് നമ്മളുടെ കയ്യിലുണ്ട്, ബാക്കി ഇത്രയും ടേംസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടേം കൊണ്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? √2 ഇൻറ്റു √2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും അല്ലേ? 5 ഇൻറ്റു √2 ചെയ്ത് കഴിഞ്ഞാൽ 5√2 കിട്ടും. അതായത് നമ്മൾ √2 എന്ത് ചെയ്താൽ മതി? കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇൻ ബിറ്റ്വീൻ പോളാരിറ്റി എന്താണ്? പോസിറ്റീവ് ആണ് കേട്ടോ. =0. ഇനി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് വൺസ് ഒരു പ്രാവശ്യം മാത്രമാണ് എഴുതുന്നത്. ദാറ്റ് ഈസ് √2 ഇൻറ്റു x + 5 ഒരു പ്രാവശ്യം എഴുതി. ബാക്കി പെൻഡിങ് ടേംസ് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഒരു ബ്രാക്കറ്റിൽ എഴുതി. 2 ടേംസ് =0 ആണെങ്കിൽ ഏതെങ്കിലും ഒരു ടേം എന്തായേ പറ്റുള്ളൂ? 0 ആയേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് എയ്തർ √2x + 5 0 ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ x + √2 0 ആവാൻ ചാൻസ് ഉണ്ട്. x +5 ഇങ്ങോട്ട് പോകുമ്പോൾ -5 ആവും. √2 ഡിനോമിനേറ്ററിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവുന്നു. x =-√2. അപ്പോൾ ഇതാണ് എക്സിൻ്റെ 2 വാല്യൂസ് വരുന്നുണ്ടാവുക. ശ്രദ്ധിക്കണം, ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എപ്പോഴും എക്സിന് 2 വാല്യൂസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.